എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് അടയ്ക്ക കർഷകനെ കുറിച്ചാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടയ്ക്ക കർഷകന് അവൻ്റെ ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്നത് ആ അടയ്ക്ക ഉണക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന കളറിനെ ആസ്പദമാക്കിയായിരിക്കും. ആ ഒരു കളറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മൊത്തം ഫുള്ള് റേറ്റ് അങ്ങ് താന്നു അവരുടെ സീസൺ തന്നെ കുളമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് നമ്മുടെ 3 സ്റ്റാർ അഗ്രോ മെഷീനറിയുടെ ഏറ്റവും പുതിയതായിട്ടുള്ള അടയ്ക്കയുടെ ഡീഹൈഡ്രേറ്റ്. അത് ട്രേ ടൈപ്പും ഉണ്ട്, ബൾക്ക് ടൈപ്പും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ന് വയനാട്ടിൽ അത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രേ ടൈപ്പാണ്. 50 ട്രേ, അതായത് 25 യൂണിറ്റ് വെച്ച് വരുന്ന 50 ട്രേയുടെ ഒരു മെഷീനാണ്. അത് 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ സമയം മുറിച്ച് വരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഓരോരോ കമ്പാർട്ട്മെൻറ്റായിട്ട് ഓണാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. അത് 3x3, അതായത് 3 അടിയുടെ അത്രയും വലിപ്പമുള്ള ട്രേ ആണ്. അത് ട്രോളി ടൈപ്പാണ്. നമുക്കത് പുറത്ത് വെച്ച് ലോഡ് ചെയ്തിട്ട് തള്ളി ഉള്ളിലകത്തേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഇലക്ട്രിക്കലാണ് ഒരു മെഷീൻ വരുന്നത് കേട്ടോ. അപ്പം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് അവസാനം കാണിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു എത്രത്തോളം കളറ് കിട്ടുന്നുണ്ടെന്നുള്ള അവസാനം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഡോർ ലോക്കും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന മെഷീനാണ്. ഓരോരുത്തരുടെ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം നമ്മളത് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 യൂണിറ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 ഫേസ് ആണ് ഫുള്ള്. അറിയാമല്ലോ, വലിയ മെഷീനൊക്കെ ആകുമ്പോൾ 3 ഫേസിലാണ് ഫുള്ള് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വയനാട്ടിലേക്കാണ് ഇത് ഈ മെഷീൻ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ടും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു മെഷീൻ 3 സ്റ്റാർ നിർമ്മിച്ചതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഫൈബർ കേബിളുകളാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ബോഡിയുടെ അകത്തേക്ക് പോയിരിക്കുന്നതെല്ലാം ഫൈബർ കേബിൾ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഈ മെഷീൻ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓണാക്കിയതേ ഉള്ളൂ. അപ്പം അതിൻ്റെ മോയ്സ്ചറും ടെമ്പറേച്ചറും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ മെഷീൻ ഓണാക്കാൻ പോകണം. അതിന് മുമ്പ് നമുക്ക് മെഷീൻ നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാം. പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ലോഡ് ചെയ്യാനുണ്ട്. അവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇനി ഇതിനകത്തേക്ക് കയറ്റിയാൽ മതി. ഇപ്പോൾ അത് ട്രോളി അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പുറത്തേക്ക് ട്രോളി എടുത്തുകൊണ്ട് പോയിട്ട് അത് ഫുള്ള് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ലോഡിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നല്ല മോയ്സ്ചർ, അത്യാവശ്യം മോയ്സ്ചർ ഉള്ള ഇത് തന്നെയാണ്. ഏകദേശം ഒരു 90ഓളം മോയ്സ്ചർ വരുന്നൊരു സംഭവമാണ്. കാര്യം കണ്ടില്ല, ഇത് ഇത്രയും ഞെങ്ങ് കൊള്ളുന്ന ഒരു പരുവാണ് അടയ്ക്ക, കണ്ടില്ല. അപ്പോൾ ഇതൊരു ഒരുപാട് ട്രീറ്റൊക്കെ ചെയ്തിട്ടാണ് ഇത് ഉണക്കാനായിട്ട് കയറ്റുന്ന. കാര്യം അത് പുഴുങ്ങുകയും അതിൻ്റെ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്, അവർ പറഞ്ഞു തരില്ല. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ഉണക്കാനായിട്ട് നമ്മുടെ മെഷീനിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു 11 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലേക്കാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നുണ്ടല്ലേ. അത് ഫുള്ള് ഉണങ്ങി അതിൻ്റെ ഒരു സൗണ്ട് കേട്ടില്ലേ, ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ല, ഇത്ര ക്വാളിറ്റിയിൽ ആ ഒരു കളർ ഒട്ടും പോകാതെ ഫെയ്ഡ് ആകാതെ അത്രയും മോയ്സ്ചർ താത്തി നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 18 പിന്നെ 22 ഇടയ്ക്കാണ് ഇവർ മോയ്സ്ചർ എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് മോയ്സ്ചർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു അടയ്ക്ക കർഷകനാണോ, അതിനുള്ള സബ്സിഡിയോട് കൂടി നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളൂ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു മെഷീനറി ആയിട്ട് വരുന്നവരേക്ക് ബൈ.